ഇന്ത്യ സഖ്യത്തിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞ് രാഹുലിന് മുട്ടൻ പണി കൊടുത്ത മമതാ ബാനർജി. തിരഞ്ഞെടുപ്പും ചുഴലിക്കാറ്റുമൊക്കെ കാരണങ്ങളാക്കിയാണ് മമത ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയോടുള്ള തുറന്ന അതൃപ്തിയാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ഇന്ത്യ സഖ്യത്തിനോട് കടുത്ത അതൃപ്തി കാണിക്കുകയാണ് മമത. അധികാരം ഒറ്റയ്ക്ക് കൈയടക്കാനുള്ള മമതയുടെ നീക്കങ്ങളാണ് ഇതിന് പിന്നിൽ. ജനുവരിയിൽ ഇന്ത്യ സഖ്യവുമായി ഇനി ഒരു രീതിയിലുള്ള ബന്ധവുമില്ലെന്ന് പറഞ്ഞ് പുറത്തുപോയ മമത പിന്നീട് BJP സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ പുറത്തുനിന്ന് അവരെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു. ബംഗാൾ കോൺഗ്രസിനെയോ CPM-നെയോ പിന്തുണയ്ക്കില്ല എന്ന് നേരത്തെ പറഞ്ഞ മമത തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വാക്ക് മാറ്റി പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിനൊപ്പം പുറത്തുനിന്ന് പിന്തുണ നൽകും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഒരു രീതിയിലുള്ള പിന്തുണയും നൽകില്ല എന്ന് തന്നെയാണ് മമതയുടെ ഇപ്പോഴത്തെ നിലപാട്. ഒറ്റയ്ക്ക് നിന്ന് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാമെന്ന് വിചാരിച്ച മമതയ്ക്ക് തെറ്റി. അത് മനസ്സിലായതോടെ പുറത്തുനിന്ന് ഇന്ത്യ സഖ്യത്തിന് ഐക്യദാർഢ്യം നൽകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ വാക്കും മാറ്റി പറഞ്ഞിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിനൊപ്പം ഒരു കാര്യത്തിനും കൂടെ നിൽക്കില്ല. ബംഗാൾ മുഖ്യമന്ത്രി ഇങ്ങനെ വാക്കു മാറ്റി പറയുന്നതിൽ അത്ഭുതമൊന്നും തന്നെയില്ല. മമതയുടെ വീഴ്ചയും ഇതോടെ വിദൂരമല്ല. BJP ഇവിടെയും കൈയടക്കുമെന്ന വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ജൂൺ 4-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെയും അധികാരം പിടിച്ചടക്കും. ജൂൺ 1-ന് നടക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞത്. അന്നേ ദിവസം പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. കൂടാതെ റിമാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് ബംഗാളിന്റെ തീരപ്രദേശങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതും ഒരു കാരണമായി മമത പറയുന്നു. ഇതെല്ലാം ഉപേക്ഷിച്ച് എങ്ങനെയാണ് തനിക്ക് പോകാനാവുക? റുമാൽ ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് തനിക്ക് മുഖ്യം. ഇവിടെ യോഗം ചേർന്നാലും എൻ്റെ ഹൃദയം റുമാൽ ചുഴലിക്കാറ്റിൻ്റെ ദുരിതം അനുഭവിക്കുന്നവരുടെ കൂടെയായിരിക്കും. മാത്രമല്ല, ജൂൺ 1-ന് ബംഗാളിൽ 9 സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുകയാണ്. അതിനാൽ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗത്തിൽ പങ്കെടുക്കാനാകില്ല എന്നായിരുന്നു കൊൽക്കത്തയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കവേ മമത പറഞ്ഞത്. ഇന്ത്യ മുന്നണിയിൽ നിന്ന് ജനുവരിയിൽ പുറത്തുപോയ മമത പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ താൻ പിന്തുണയ്ക്കുന്ന മുന്നണിയിൽ ബംഗാൾ കോൺഗ്രസോ CPM-ഓ ഇല്ലെന്നും മമത വ്യക്തമാക്കിയിരുന്നു.